ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും മന്ത്രിമാർ എന്നൊരു ചോദ്യം കുറേ കാലമായി ആളുകൾ ചോദിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതാണ്ട് കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറായി നിൽക്കുമ്പോൾ എനിക്ക് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും, ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്നുള്ളൊരു സജഷനുണ്ട്. പറയൂ, കേൾക്കട്ടെ. അതിനിടയ്ക്ക് സാർ എന്നോട് പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, തിരുവല്ലയില് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അതിനെക്കുറിച്ച് പരാമർശിക്കാതിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ പരാമർശിക്കും. അദ്ദേഹം പറഞ്ഞത്, ഇതുവരെ നമ്മൾ മത്സരിച്ചിരുന്നത് സീറ്റുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ ഇത്തവണ നമ്മൾ മത്സരിക്കുന്നത് ഭരണം ഉണ്ടാക്കാനാണ്, ഗവൺമെന്റ് ഉണ്ടാക്കാനാണ്. കേരളത്തിലെ ആളുകൾക്കും ഒരു ബി ജെ പി മത്സരിക്കുന്നു കുറച്ച് ശതമാനക്കണക്കൊക്കെ കൂട്ടാൻ വേണ്ടി. അങ്ങനെയല്ല, ഇത്തവണ ബി ജെ പി ഒരു 40 സീറ്റുകൾ വരെയൊക്കെ നേടിയേക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. സിറ്റുവേഷൻ മാറി, ചിത്രം മാറിയിട്ടുണ്ട്. ബി ജെ പി ആണ് ഈ കേരളത്തിൽ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ ശക്തി എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്കും ബോധ്യമായിട്ട് എല്ലായിടത്തും ഓരോ ജില്ല എടുക്കുമ്പോഴും എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇത്ര സീറ്റുകൾ എന്നും പറഞ്ഞ് അവരൊരു ബ്രാക്കറ്റിൽ വെക്കുന്നുണ്ട്. അതായാലും ചോദ്യം ഇതാണ്, നേരത്തെ പറഞ്ഞ ചോദ്യം, ആര് മുഖ്യമന്ത്രിയാവും, ആര് നിങ്ങളുടെ മന്ത്രിമാരാവും, അതിന് പറ്റിയ ആളുകളുണ്ടോ, നിങ്ങളൊക്കെ ചാണകങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പാനൽ അങ്ങ് പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞാൻ 4 പേരുകൾ പറയും. രാജീവ് ചന്ദ്രശേഖർ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റ്, ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നെ ബി മുരളീധരൻ, മികച്ച സംഘാടകൻ, കേന്ദ്രമന്ത്രിയായിരുന്നു. കെ സുരേന്ദ്രൻ, കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ച, ആദ്യമായി പാർലമെൻറ്റിലേക്ക് ഒരു അംഗത്തെ ജയിപ്പിച്ചെടുത്ത, ആദ്യമായി കേരളത്തിലെ ബി ജെ പിയുടെ പെർസെൻറ്റേജ് വോട്ട് ശതമാനം 20% ബി ജെ പിയുടെ അധ്യക്ഷൻ. ഇനി മറ്റൊന്നുണ്ട്, ജോർജ് കുര്യൻ, കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷ സമുദായവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്ന സമയത്ത് കേരളത്തിലെ, എന്നാൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും RSSൽ വളരെ ചെറുപ്പകാലം മുതൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം സേവകനായ ജോർജ് കുര്യൻ. ഈ 4 പേരും മുഖ്യമന്ത്രിമാരാൻ യോഗ്യന്മാരല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് സുനിൽ പറഞ്ഞതിനോട് ഒരിക്കലും ഡിസഗ്രി ചെയ്യാൻ പറ്റൂല. യു ഹാവ് മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്. ഈ 4 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഈ 4 പേര് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിലവിലുള്ള പലരെക്കാളും പലതുകൊണ്ടും മിടുക്കന്മാരാണ്. അതെ, അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് പ്രൂവ്ഡ് ആൻഡ് എന്താ പറയുക, അവർക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഈ ഇതിലൊരു പ്രത്യേകത, ഈ 4 പേരെയും CPMഉം കോൺഗ്രസും തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഈ 4 പേരെയും അവർക്ക് ഭയമാണ്. കാരണം അവരുടെയൊക്കെ കസേരകൾ ആടിത്തുടങ്ങും ഇവരെ കാണുമ്പോൾ. എല്ലാവരെയും ഭയമാണ് സാർ. അവിടെ ഏറ്റുമാനൊരു പാവം കൊച്ച് ആതിരെ പേടിയാണ്. കോടികളാണ് മറിക്കണത്. വാസവൻ എന്താണ്, ഏറ്റുമാനൂരിന് ഉറപ്പുള്ള സീറ്റാന്ന് പറയുന്നത്. അവിടെ എല്ലാ VN വാസവൻ പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും വൈകുന്നേരം ഗാനമേളയാണ്. ഇന്നലെയോ ഇന്നോ മറ്റോ മട്ടന്നൂരിൻ്റെ തായമ്പാഴ. അതെ, എത്ര ലക്ഷം രൂപ വേണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിക്കാൻ ചില ഗിമ്മിക്ക് നടത്തിയിട്ടാണ് നടത്തുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അതിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളെ മുഴുവൻ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ അയാൾ വാസൻ ഇത് കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. ഏതായാലും നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറയുന്ന മുഖ്യമന്ത്രിമാരുടെ പേര്. ഇതിനകത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവരിൽ ആരാണ് മോശം? RC ആണെങ്കിലും VM ആണെങ്കിലും KS ആണെങ്കിലും ജോർജ് കുര്യൻ ആണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ആളുകളാണ് 4 പേരുകൾ. ഇതിലൊരാളെ പാർട്ടി തീരുമാനിക്കും, അല്ലേ? കേരള ഭരണം കിട്ടിയത്. അതെ, ഈ പറഞ്ഞ പോലെ പ്രായം, പക്വത, ദെൻ കഴിവ്, ഇവരെല്ലാം തെളിയിച്ചാണ്. കാരണം മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള പാർട്ടികളുടെ നേതാക്കന്മാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ജോർജ് കുര്യൻ ആണെങ്കിലും മുരളീധരൻ ആണെങ്കിലും സുരേന്ദ്രൻ ആണെങ്കിലും വളരെ പറയുകയാണെങ്കിൽ PK കൃഷ്ണദാസ് തുടങ്ങിയ വലിയ നേതാക്കന്മാരുണ്ട്. അതെ, ഒരു നിര നേതാക്കന്മാരുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ BJPക്ക് പറ്റുന്നവർ. ഇനി ഞാൻ വകുപ്പുകളിലേക്ക് നോക്കിയാൽ ഞാൻ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ നിൽക്കട്ടെ, വകുപ്പ് മന്ത്രിമാരെ തീരുമാനിക്കാം. രാജീവ് ചന്ദ്രശേഖർ, ഞാൻ പറയും അദ്ദേഹത്തിന് കൊമേഴ്സ്, വ്യവസായം, ലേബർ, IT, ശാസ്ത്ര സാങ്കേതികം. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ഫോർട്ട് ആണത്, അദ്ദേഹത്തിൻ്റെ ശക്തി ദുർഗമാണ് ആ പറഞ്ഞ വകുപ്പുകളെല്ലാം. കൊമേഴ്സ്, വ്യവസായ ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം, എൻ്റർപ്രനർ ആയിരുന്നു,
അത് കൂടാണ്ട് ടെക്നോക്രാറ്റാണ്. ഈ മേഖലകളിലെല്ലാം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്തുകൊണ്ടും ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ധനകാര്യമന്ത്രിയുടെ പേര് ഞാൻ പറയുന്നു, വി മുരളീധരൻ. ഓക്കെ ഓക്കെ. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നന്നായി പെർഫോം ചെയ്ത ആളാണ്. അതെ. വിദേശകാര്യ വകുപ്പും പിന്നെ പാർലമെന്ററി കാര്യ വകുപ്പും സഹവകുപ്പും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിൽ വരുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്തിരുന്നത് ഒന്ന് വി മുരളീധരനായിരുന്നു. ജിതേന്ദ്ര സിംഗ് ഉണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മന്ത്രി. വളരെ പവർഫുള്ളാണ്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി ഏത് ഫയലെല്ലാമാണ് കാണേണ്ടതും ആരെയാണ് കാണേണ്ടതും പാർലമെൻറ്റിൽ ഇന്ന് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ് ജിതേന്ദ്ര സിംഗിൻ്റെ കൂടെയാണ്. അപ്പോൾ ജിതേന്ദ്ര സിംഗും പിന്നെ വി മുരളീധരനാണ് പലപ്പോഴും നമുക്ക് ടെലിവിഷൻ സ്ക്രീനിൽ കാണാൻ പറ്റും. പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഇവിടെ ഒന്നുമില്ല. മറ്റെല്ലാം കൈ നീട്ടി വല്ലതും താ എന്ന് പറഞ്ഞാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ ഭരിപ്പിച്ച് കേരളത്തെ ഒരു ഭിക്ഷാടന സ്റ്റേറ്റായിട്ട് മാറ്റി. ഇനി നമുക്ക് വളരണം, ഉയരണം, പണം വേണം, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ നേരിട്ട് ബന്ധമുള്ള, ഹിന്ദി നന്നായി അറിയാവുന്ന വി മുരളീധരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത് അത് നന്നായിട്ട് ഹിന്ദി അറിയാം. അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സാണ്. അദ്ദേഹം ഭാരതീയ ABVPയുടെയും നെഹ്റു യുവകേന്ദ്രയുടെയൊക്കെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ആയിരുന്ന ഒരുപാട് പേർ കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ പറ്റുന്ന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റും. കേരളത്തിൽ ഇന്നുള്ള ഏത് ധനകാര്യമന്ത്രിയേക്കാളും മികച്ച ധനകാര്യമന്ത്രിയായിരിക്കും വി മുരളീധരൻ. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ PhD ഇല്ല സാമ്പത്തിക ശാസ്ത്രം. കയറുവരിയിൽ PhD ഇല്ല. ഇനി അടുത്തത് ആഭ്യന്തര വകുപ്പാണ്. ഞാൻ പറയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ കെ സുരേന്ദ്രൻ പറ്റിയ ആളല്ലേ. എല്ലാം എന്താ പറയണ, അദ്ദേഹത്തിന് നല്ല കോണ്ടാക്ട്സ് ആണ് എല്ലായിടത്തും. അദ്ദേഹം പല അഴിമതി ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിന് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സഭയ്ക്ക് പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇത്രമാത്രം ആരോപണങ്ങൾ ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എവിടെ നിന്നെല്ലാം ആയിരിക്കണം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തത്. അത് ഞാൻ ഒന്നുകിൽ ആഭ്യന്തരം അല്ലെങ്കിൽ റവന്യൂ, ഇങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ദേവസ്വം സാംസ്കാരികം കുമ്മനം രാജശേഖരൻ. അതെ അതെ അല്ലേ? അതെ അതെ. കേരളത്തിലെ ഒരു ആധ്യാത്മിക രംഗത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഒക്കെ നിലക്കൽ സമരം മാത്രം ഓർത്താൽ മതി. കേരളത്തിലെ ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുമ്മനം എടുത്ത നിലപാട്. ഞാൻ പറയുന്നത് ഇവരൊക്കെ ജയിച്ചു വരും സാർ ഈ അസംബ്ലിയിൽ. കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു പ്രതിഭാസമാണ് കുമ്മനം രാജശേഖരൻ. കാരണം അദ്ദേഹത്തിനെ കാണുമ്പോഴേ തന്നെ ഒരു സാത്വികനായ ഒരു സന്യാസി വര്യനെയാണ് ഓർമ്മ വരിക. ഇനി റവന്യൂ, വനിതാക്ഷേമം, വേറെ ആര് സാർ? ശോഭാ സുരേന്ദ്രൻ അല്ലാതെ. കേരളത്തിൻ്റെ ഭൂമി ശോഭയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. വനിതകളുടെ ക്ഷേമവും തീർച്ചയായിട്ടും വേണമെങ്കിൽ ആലോചിക്കുന്നതാണ്. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കൂടാ? ഒരു മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു വനിതയാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ആദ്യത്തെ പേര് നമ്മുടെ മനസ്സിൽ വരിക ശോഭാ സുരേന്ദ്രൻ. ഈ BJPക്ക് ഭൂരിപക്ഷം കിട്ടി, അല്ലെങ്കിൽ BJPക്ക് ഒരു 10-40 സീറ്റ് കിട്ടിയിട്ട് ഇവിടെ വലിയ അനിശ്ചിതാവസ്ഥ ഉണ്ടായി, പുതിയൊരു മുന്നണി, ഈ മുന്നണിയിലേക്ക് പുതിയ ആളുകളൊക്കെ വരികയും ചെയ്ത് കേരളത്തിലൊരു മന്ത്രിസഭ ഉണ്ടാവുന്ന കാലത്ത് ഒരുപക്ഷെ കേന്ദ്രം പറഞ്ഞാലോ കേരളത്തിൽ ഇരിക്കട്ടെ, മുന്നണിയിലേക്ക് പുതിയ കക്ഷികൾ വരാൻ സാധ്യതയുണ്ടോ ഇനിയും? BJPക്ക് ഒരു 40 സീറ്റ് BJP കിട്ടിയാൽ ആര് വരാതിരിക്കും സാർ? 40 സീറ്റൊന്നും വേണ്ട, 30 സീറ്റ് കിട്ടിയാൽ മതിയല്ലോ. ആര് മുസ്ലിം ലീഗ് ഉൾപ്പെടെ വരും ഇല്ലേ? ഇനി സ്പോർട്സ്, യൂത്ത്, ടൂറിസം, ഞാൻ പറയാം അനൂപ് ആന്റണി. അതെ, യെസ്. നരേന്ദ്രമോദിയുടെ മാനസം പ്രത്യേക കോംപ്ലിമെന്റ്സ് കിട്ടിയതാണ് അദ്ദേഹത്തിന് തിരുവല്ലയിൽ വെച്ചിട്ട്. ഇനി പൊതുമരാമത്ത്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. ഞാൻ പറയും പൂഞ്ഞാറിൽ നിന്ന് PC ജോർജ്. ജോർജ് ഒരു ടാസ്ക് മാസ്റ്ററാണ്. എല്ലാവർക്കും ജോർജിന് ഭയം ഉണ്ടാവും. അതെ, ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന മേഖലയാണ്. അത് ജോർജിനെ തന്നെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ നമുക്കത്. ഇനി വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ആകെ നാശക്കോടാലിയായി കിടക്കുകയാണ്. കാരണം ശിവകുട്ടിയെ പോലെയുള്ള വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു മന്ത്രി ഇരുന്ന് നശിപ്പിച്ചതിന് തന്നെ ഒരു വലിയ ഡിസിപ്ലിൻ ആവശ്യമുള്ള ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ഞാൻ പറയും അത് ശ്രീലേഖ വിദ്യാഭ്യാസ മന്ത്രിയാണ്.
നല്ല അവരൊരു അധ്യാപികയും കൂടിയായിരുന്നു. അധ്യാപിക എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയുമായി വിഷയം പഠിച്ച് ക്ലാസ് എടുത്തിരുന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. മറ്റേ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ഉന്നതമായ നിലയിലാണ് അവർ MA ലിറ്ററേച്ചർ പാസ്സായത്. പോലീസ് DGP ആയിരുന്നു. ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും വിദ്യാഭ്യാസ മേഖല. അവർക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ പുനഃസംഘടിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് റെജുവിനേറ്റ് ചെയ്യണം എന്ന് അവർക്കറിയാം. ഇനി നമ്മുടെ വൈദ്യുതി വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ പറയും അത് PK കൃഷ്ണദാസ് അല്ലാതെ വേറെ ആരാക്കും. അതെ, കൃഷ്ണദാസിന് ഈ പറഞ്ഞ പോലെ വിവിധ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുണ്ട്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിനൊക്കെ പറ്റി അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കാണല്ലോ. ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പരിഗണിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് തകർന്നു പോയ കേരളത്തിൻ്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു വകുപ്പുണ്ട്, ഭക്ഷ്യസുരക്ഷ. മാവേലി സ്റ്റോറുകളൊന്നുമില്ല, പിടിച്ച് റോക്കറ്റ് പോലെ കയറുന്ന വില. ഇതിനെ പിടിച്ചു നിർത്തി പൊതുവിതരണ സംവിധാനത്തെയൊക്കെ കൃത്യമാക്കാൻ, ഇതിനെ നിയന്ത്രിക്കാൻ പറ്റണം. സാമൂഹ്യക്ഷേമം ഉറപ്പാക്കണം. ഭക്ഷ്യം, സാമൂഹ്യക്ഷേമം, പിന്നെയുള്ളത് ന്യൂനപക്ഷക്ഷേമം. ഇതൊക്കെ ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു മന്ത്രി ജോർജ് കുര്യൻ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വരുന്ന ജോർജ്. അതെ, തീർച്ചയായിട്ടും. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യോദയ എന്നൊക്കെ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരാൾ കുന്നത്ത് നാട്ടിൽ നിന്ന് ജയിച്ചു വരും 2020 നിന്ന്, ബാബു ദിവാകരൻ. ബാബു ദിവാകരൻ. അതെ. ഇനി ആരോഗ്യം, കൊല്ലത്ത് മത്സരിക്കുന്ന ഡോക്ടർ പ്രതാപ്. യഥാർത്ഥ ഒരു മെഡിക്കൽ ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു അവസാന വേടാണ് ഡോക്ടർ പ്രതാപ്. ഇനിയിപ്പോൾ ഗതാഗതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗതാഗതത്തിന് ഞാൻ പറയും ഷോൺ ജോർജ്, പാലായിൽ നിന്ന്. നല്ല പരിചയ, ഈ നിയമസഭയിൽ മിടുക്കനല്ലേ, കാര്യങ്ങൾ പഠിച്ച് കൈകാര്യം ചെയ്യാൻ നല്ല അറിവുള്ളൊരു മനുഷ്യനാണ്. KSRTC ജീവനക്കാർ, KSRTC സംബന്ധിച്ച് ഞാൻ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല. ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടും എന്ന് പറയുന്നത് വാർത്തയാവും. KSRTC ശമ്പളം കിട്ടുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ KSRTCയിൽ ശമ്പളം കൊടുക്കുന്നത് പത്രത്തിൽ 1-ാം പുറം വാർത്തയാവുന്നു. കോടതിയുടെ ഉത്തരവുണ്ടായിട്ടൊക്കെ അല്ലേ ശമ്പളം ഒക്കെ കൊടുക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളാനയായ KSRTC നന്നാക്കാൻ ഷോൺ ജോർജ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, ഞാൻ ഈ പറഞ്ഞ പേരുകൾ നിങ്ങൾ ഒരുപക്ഷെ ചില ആളുകൾ താഴെ വന്ന് നമ്മളെ കളിയാക്കുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പേരുകൾ കേരളത്തിൽ നിലവിലുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെക്കാളും ബെസ്റ്റ് പേരാണ്. ആണോ സാർ? ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ സുനിലിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിമാരുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും വിയോജിപ്പ് പ്രകടിക്കാൻ പറ്റില്ലാത്ത പേരുകളാണ് സുനിൽ പറഞ്ഞത്. അതേപോലെ ഈ മന്ത്രിസഭയിൽ സുനിൽ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെ പേരുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. സന്തോഷം. സാറിനെ പോലെ ഒരാൾ ഞാനിങ്ങനെ എൻ്റെ ഒരു വൈൽഡ് ഡ്രീമിൻ്റെ ഭാഗമായി. ഇത് വെറും സ്വപ്നമൊന്നുമല്ല. കാരണം ഉറപ്പില്ലേ സാർ, ഈ പറഞ്ഞവരെല്ലാം ഈ തവണ നിയമസഭയിലെത്തും. ഇവർക്ക് എല്ലാവർക്കും സംഘടനാപരമായി പ്രവർത്തിച്ച് നല്ല പരിചയമുള്ളവരാണ്. BJPയിലാണെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘടനയിലാണെങ്കിൽ അല്ലേ, എല്ലാവരുമായിട്ട് അങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാം ശക്തമായ ഒരു പരിശീലനം കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് ഇവർ. അത് മാത്രമല്ല, ഇവരുടെ പേരിൽ ഒന്നും തന്നെ, ഈ പറഞ്ഞ പേരുകളിൽ ഒന്നും തന്നെ അഴിമതി എന്ന് പറയുന്നതിൻ്റെ കറ പുരളാത്ത വ്യക്തികളായിരിക്കും ഇവരെല്ലാവരും. കേരളം കാണുന്ന ഒരു പക്ഷേ ഏറ്റവും ഒരു റിഫ്രഷിങ് ചേഞ്ച് ആണ് നമുക്ക് ഇവരിൽ നിന്നും കിട്ടുക. കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് BJP ഭരണം കിട്ടിയാൽ ആര് ഭരിക്കും എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് ഞാൻ ഈ ഡ്രീം ക്യാബിനറ്റ് വെക്കുകയാണ്. പ്രിയപ്പെട്ട കേരളത്തിലെ വോട്ടർമാരെ, എല്ലാവരെയും പരീക്ഷിച്ചില്ലേ? 2 മുന്നണിയെ മാറി മാറി പരീക്ഷിച്ചു. എത്രയോ കാട്ടുകള്ളന്മാരെ വീണ്ടും വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഇത്തവണ ഒരു മാറ്റം. ഈ പറഞ്ഞ പേരുകൾ ഉള്ള ആളുകൾ കേരളത്തിലെ മന്ത്രിമാരായി വന്നാൽ കേരളം മാറില്ലേ? ഒരു മാറ്റം വരില്ലേ? തീർച്ചയായിട്ടും അല്ലേ, കേരളം മാറും, ഷുവർ. അപ്പോൾ ഈ ഡ്രീം ക്യാബിനറ്റ് റിയൽ ക്യാബിനറ്റ് ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം 9-ാം തീയതിയാണ് അല്ലേ? നമുക്ക് ഓർമ്മിപ്പിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഉറപ്പായും സമ്മതിദാനാവകാശം വളരെ വിലയേറിയതാണ്. അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ രാജ്യത്ത്, ഈ നാട്ടിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. കാട്ടുകള്ളന്മാർ ഓരോ വർഷവും ബാറ്റൺ കൈമാറുന്നത് പോലെ കൈമാറാനുള്ളതല്ല നമ്മുടെ ഭരണമെന്ന് പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ പറയുക, നിങ്ങൾ പ്രചരിപ്പിക്കുക.